ശ്രീരാമചന്ദ്രൻ വന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെല്ലായിടത്തും ശ്രീരാമചന്ദ്രനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ രണ്ട് ക്ലാസിക് കൃതികളായിട്ട് രാമായണവും മഹാഭാരതവും മാറിയത്. ഇതിനെ കവച്ചു വെക്കാൻ വേറൊന്നില്ല. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഓതന്റിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നണം, ഇല്ലേ? എന്തുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ പറയണം, എന്തുകൊണ്ട് ശ്രീരാമചന്ദ്രനെ നമ്മൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ വിശ്വസിക്കുന്നു? ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാം. തത്വശാസ്ത്രം പ്രമാണം. നമ്മൾ എന്തൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മളത് ഒരു റഫറൻസ് നമ്മൾ ചോദിക്കും. ആ റഫറൻസ് വെച്ച് മാത്രമേ നമ്മളത് ഓതറൈസ് ചെയ്യത്തുള്ളൂ, ഒഫീഷ്യലായിട്ടത് നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ശ്രീരാമചന്ദ്രനെ വിളിക്കണം എന്ന് പറയുന്നു? നമുക്കൊരു വിശ്വാസം വേണ്ട. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹരേ കൃഷ്ണ. വെറുതെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം, വെറുതെ അങ്ങ് പറയുക. ഒരുപാട് കാര്യങ്ങൾ പല രീതിയിൽ പറയാൻ കാണും. സ്മിതമാതാജി, ഒന്ന് രണ്ട് വരിയിൽ പറയാൻ പറ്റുമോ? കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായം വിഭൂതി വിസ്തര യോഗം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓതറൈസ്ഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ പിന്നെ ആരും ഖണ്ഡിച്ചിട്ടില്ല. അക്ഷരങ്ങളുടെ ആദ്യ അക്ഷരം ഏതാണ്? ഓംകാരം. അക്ഷരങ്ങളുടെ ആദ്യ അക്ഷരം ലെറ്റേഴ്സില് ഏത് അക്ഷരത്തിലാണ് തുടങ്ങുന്നത്? ലെറ്റേഴ്സ് ഏത് അക്ഷരത്തിലാണ് തുടങ്ങുന്നത്? ആ. നമ്മള് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ഏതെങ്കിലും ലാംഗ്വേജിന് പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ട് എല്ലാ അക്ഷരവും ആയിൽ തന്നെ തുടങ്ങി? 1200 വർഷങ്ങൾക്ക് മുമ്പാണ് ഏറ്റവും ലാസ്റ്റ് ഒരു ലിപി കണ്ടുപിടിച്ചത്. അതിലും അക്ഷരം ആയിൽ സ്റ്റാർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് അവർക്ക് അത് ബ്രേക്ക് ചെയ്തുകൂടാ? എല്ലാ കാര്യങ്ങളിലും ഡിഫറെന്റ് കൾച്ചർ കൊണ്ടുപോയി. വിവിധ തരം ആചാരങ്ങള്, വിവിധ തരം അനുഷ്ഠാനങ്ങള്. പക്ഷേ അക്ഷരം വന്നപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റ് ആണെങ്കിലും റൈറ്റ് നിന്ന് ലെഫ്റ്റ് ആണെങ്കിലും ആയിൽ തന്നെ എന്തുകൊണ്ട് അവർ തുടങ്ങി? അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചയാള് ബ്രേക്ക് ചെയ്തൂടെ? എന്റെ ലിപി, എന്റെ ലാംഗ്വേജ്, ഞാൻ അക്ഷരം ആയി തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞൂടെ? ഇതുമായി 10.33 ഒന്ന് ഷെയർ ചെയ്യണേ. എന്തുകൊണ്ട് തുടങ്ങും? എന്തുകൊണ്ട് ഒരാള് ഓതന്റിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹത്തിന് മാത്രമേ പിന്നെ മാറ്റി എഴുതാൻ പറ്റത്തുള്ളൂ. സിമ്പിൾ കാര്യമാണ്.
ഭഗവാൻ ആദ്യമായിട്ട് പറഞ്ഞു അക്ഷരാണാം അകാരോ അസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ ആധാരം വിശ്വതോ മുഖഃ. 10ാമത്തെ ചാപ്റ്റർ 33ാമത്തെ ശ്ലോകത്തിലോട്ട് പോകുമ്പോൾ ഭഗവാൻ ഓതന്റിക് ആയിട്ട് പറയുന്നു അക്ഷരാണാം അകാരോ അസ്മി. വായിച്ചോളൂ. വായിച്ചോളൂ. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസാമാസികസ്യ ച അഹമേവാക്ഷയ കാലോ ആധാരം വിശ്വതോ മുഖഃ. മാതാജി വിവർത്തനം. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. ഹരേ കൃഷ്ണ. ആർക്കും 5750 വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ആർക്കും ഇതിനെ ഖണ്ഡിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ വിശ്വസിക്കുന്നത്. ഭഗവാൻ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനെ ആർക്കും ഖണ്ഡിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഭഗവാനെ വിശ്വസിക്കാം. കൃഷ്ണനാണ് നമ്മുടെ ഭഗവാൻ എന്നുള്ളത് വിശ്വസിക്കാം. ഇപ്പം ചില സെക്ഷനിൽ ചിലർ ഉത്തരം പറഞ്ഞു അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, മലയാളത്തിൽ വരുമ്പോ അങ്ങനെ, അല്ലെങ്കിൽ ദേവനാഗരി ലിപിയിൽ ആദ്യം അതായിരുന്നു. അങ്ങനെ ശരിയാണ്. ദേവനാഗരി ലിപിയിൽ നമ്മുടെ ലാംഗ്വേജിന്റെ എല്ലാം മാതൃഭാഷ ദേവനാഗരി ലിപിയാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? സംസ്കൃതമാണ് ലോകത്തിലെ ആദ്യത്തെ അതായത് ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീഷ് എന്തോ പറയാൻ പറ്റുന്നുണ്ട്. എവിഡൻസ് ഉള്ള കാര്യമാണ്. അതെ. അപ്പൊ അതിനെപ്പറ്റി ദീർഘമായിട്ട് ഗവേഷണം ചെയ്തിട്ട് ഒരു യൂറോപ്യൻ റൈറ്റർ അദ്ദേഹം ഒരു പ്രബന്ധം രചിച്ചിട്ടുണ്ട്, ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. അതിനകത്ത് പറയുന്നത് ഇന്ത്യ വാസ് ദ motherland of our race and Sanskrit the mother of European languages. She was the mother of our philosophy, of our mathematics, of the ideals embodied in Christianity. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നു the story of civilization, according to the records of the ancient Sanskrit manuscripts, the Aryan civilization was the most advanced human culture in ancient history, both materially and spiritually, as well as the most enduring and globally influential. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ ഒരു ഘട്ടത്തിൽ അഭിസംബോധന ചെയ്തത്, ഹേ ആര്യ, നീ സാംസ്കാരികപരമായിട്ട് പെരുമാറാൻ പറഞ്ഞു, പ്രാകൃതമായിട്ട് നീ സംസാരിക്കരുത്. യുദ്ധം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. ആ ധർമ്മത്തെ നീ ഫോളോ ചെയ്യണം. നീ ആര്യനെ പോലെ സംസാരിക്കൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ, മറ്റു രാജ്യങ്ങൾ എന്ത് ചെയ്തെന്നോ
അല്ലെങ്കിൽ മറ്റ് വിവിധ തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവർ എന്ത് ചെയ്യുന്നു അല്ല നമ്മൾ നോക്കേണ്ടത്. ഒത്തന്റിക്കായിട്ട് എവിടെ എന്ത് പറയുന്നു എന്നുള്ളതാണ്. വ്യാജ ഡോക്ടറും ഒറിജിനൽ ഡോക്ടറും തമ്മിലുള്ള വ്യത്യാസം അല്ലേ ഡോക്ടർ ജി? തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് രാമായണത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് രാമായണം ആദ്യത്തെ ശ്ലോകം ആര് വായിക്കും? ശ്രീരാമ രാമ രാമ. സുമാലി റെഡി ആണെന്ന് തോന്നുന്നുണ്ടോ? ബുക്ക് കണ്ട് ഇങ്ങനെ എടുക്കുന്നു. എടുത്തോ, വായിച്ചോളൂ. രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാ രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ ശ്രീരാമനാമം പാടി വന്ന പൈതലേ പെണ്ണേ ശ്രീരാമചരിതം മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യേണ കാനനേ യഥാ കാനനേ ദിഗംബരൻ വാരിജോദ്ഭവമുഖ വാരിജവാസേ ഭാലേ വാരിതിരമാലകളെന്ന പോലെ ഭാരതീപദാവൈ തോന്നേണം കാലേ കാലേ പാരാദേ സലക്ഷണം മേന്മേൻ മംഗളശീലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. നമ്മൾ 22 ദിവസം പിന്നിടുമ്പോൾ 22ാമത്തെ ദിവസം ശ്രേഷ്ഠമായ ഒരു ഉപദേശം ഒരാളോട് കൊടുക്കുന്നുണ്ട്. ആരോടാണ്? രാമായണത്തിൽ. മുൻ ദിവസങ്ങളിലേക്ക് പോകുന്നില്ല. 22ാമത്തെ ദിവസം വരുമ്പോൾ ഭാഗങ്ങളിൽ ഹരേ കൃഷ്ണ എന്തോ ഡോക്ടർ ജി കൈമുക്കി പറയാൻ പോവാണ്. ഇല്ല, ഞാൻ കൈവക്കില്ല. ഇരുപത്തി രണ്ടാമത്തെ ദിവസത്തിലെത്തുമ്പോൾ ശ്രേഷ്ഠമായ ഭഗവാനെ കുറിച്ച് ശ്രീരാമചന്ദ്രൻ ആരാണ്, അങ്ങ് എന്തറിഞ്ഞിട്ടാണ് കളിക്കുന്നത്, അങ്ങ് ചെയ്യുന്നത് തെറ്റാണ്, അങ്ങ് ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും,
ശ്രീരാമ ഭഗവാൻ സാക്ഷാൽ നാരായണനാണ്, വിഷ്ണുവാണ്, അങ്ങിത് അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തോ കുംഭകർണൻ രാവണനോടാണോ? കുംഭകർണൻ രാവണനോട് പറയുന്നുണ്ട്, പക്ഷേ അതിനും ശ്രേഷ്ഠമായിട്ട് പറയുന്നു. ഏകദേശം അടുത്തു വന്നു. മീരാജി വിഭീഷണാണോ? യെസ് അടുത്തു. വിഭീഷണൻ രാവണനോട് പറയുന്നുണ്ട്. ആ ഭാഗം വളരെ രസകരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാമായണം വായിക്കുമ്പോൾ നമ്മൾ വരികൾക്ക് ഇടയിലൂടെ പോകണം. അവിടെ രാവണ വിഭീഷണ സംഭാഷണം എന്നൊരു ഭാഗം രാമായണത്തിനുണ്ട്. രാമായണത്തിൽ അവിടെ പറയുകയാണ്, ശ്രീരാമനായതു മാനുഷനല്ല കേൾ, ആരെന്നറിവാനുമാമല്ലൊരുവനും, ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ, വൈവസ്വതനും നിരുതിയും അല്ല കേൾ, ഭാഷിയുമല്ല ജഗൽ പ്രാണനല്ല, വിത്തേശനുമല്ലവൻ ഈശാനനുമല്ല, വേദാവുമല്ല ഭുജംകാരിവനുമല്ല, ആദ്യത്തെ രുദ്രവസുക്കളും അല്ലവൻ, സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ, മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ, പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ, പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ലോകൈകനായകൻ വാമനമൂർത്തിയായി കൊന്നാനിരൂപത്തോടു തുടരാമനായി, മന്നവന്മാരെ സുരാംശമാകയാൽ അന്നന്ന സുരയൊക്കെയൊക്കെ കൊടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ കൊടുക്കുവാൻ എന്ന് അറിഞ്ഞിടു നീ. വിഭീഷണൻ കൃത്യമായിട്ട് സഹോദരനോട് പറയുകയാണ്, ഇന്ന് ദശരഥപുത്രനായി വന്നിത് നിന്നെ കൊടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തൻ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം, എങ്കിലെന്തിനു പറയുന്നതെന്നോരു ശങ്കയുണ്ടാകിലെന്തിയൊന്നു ചൊല്ലിടുവിൻ. പിന്നെയും പറയുവാണ് വിഭീഷണൻ, സേവിപ്പവർക്ക ഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ. എന്താ പറയുന്നേ? സേവിപ്പവർക്ക ഭയത്തെ കൊടുപ്പൊരു, ഭഗവാനെ സേവിക്കുന്നവർക്ക്. അവിടെയാണ് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ഡ്യൂട്ടി ദാസോഹം തവ കേശവ, ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. സേവിച്ചെങ്കിൽ മാത്രമേ അഭയം കൊടുക്കത്തുള്ളൂ. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ, ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ, ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. അവിടെ പറഞ്ഞു നിർത്തി. ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ.
ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ, നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലീ ദേവിയെ കൊണ്ട കൊടുത്തു തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും. നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. ഇത്രയധികം കൃപയുള്ള മറ്റൊരു തമ്പുരാനുമില്ല എന്ന് വിഭീഷണൻ പറയുകയാണ്. ശ്രീരാമചന്ദ്രൻ നാരായണനാണ്, കേശവനാണ്, ജനാർദ്ദനനാണ്, ആശ്രിത വത്സലനാണ്. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് വിഭീഷണൻ സഹോദരനോട്, രാവണനോട് പറഞ്ഞു നിർത്തുകയാണ്. ഇതല്ലേ നമ്മൾ ഉൾക്കൊള്ളേണ്ട? നമ്മുടെ ജീവിതത്തിൽ സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വിഭീഷണൻ പറഞ്ഞ ആ വാക്യം നമ്മൾ അതേപടി കേൾക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ട് വിഭീഷണൻ എന്തുകൊണ്ട് കിട്ടി? വിഭീഷണനെ ഭഗവാൻ ശ്രീലങ്കയുടെ രാജാവാക്കി നിർത്തി, അല്ലേ? അങ്ങനെ രാമായണത്തിന്റെ സുന്ദരമായ ആ യുദ്ധകാണ്ഡത്തിലെ വിഭീഷണത്തിന്റെ ഭാഗം നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജമ്പ് ചെയ്യുകയാണ്. ശ്രീമദ് മഹാഭാഗവതം എങ്ങനെയാണ് വ്യാസമഹർഷി ആ രാമായണത്തിന്റെ സത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഹരേ കൃഷ്ണ. ഇവിടെ പോവുക. നമ്മൾ എത്ര വരെ വായിച്ചു നിർത്തി അറിയാമോ? ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ എവിടെ വരെ വായിച്ചു നിർത്തിയെന്ന്? എന്തായാലും ഞാൻ ശ്ലോകം 15 പോവുകയാണ്. ആ PDF പേജിന്റെ 17ാമത്തെ പേജ് ഞാൻ അയച്ചു തന്നിട്ടുണ്ടോ സംശയമുണ്ട്, അല്ലേ? ഫസ്റ്റ് പാർട്ട് അയച്ചു തന്നിട്ടില്ല, അല്ലേ? അല്ലേ? ഓക്കെ, ഞാൻ അടുത്ത ആഴ്ച അയച്ചു തരാം. എന്തായാലും ഒരു ശ്ലോകം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. കാമം പ്രയാഹി ജഹി വിശ്രവസോവമേഘം. അയച്ചു തന്നിട്ടുണ്ട് തോന്നല്ലോ. ഇല്ല, അയച്ചു തന്നിട്ടുള്ളൂ. ഇല്ല, അയച്ചു തന്നിട്ടില്ല, അല്ലേ? കാമം പ്രയാഹി ജഹി. നോക്കട്ടെ, ഞാൻ അതാണോ എടുക്കാൻ ഉദ്ദേശിച്ച ശ്ലോകം നോക്കട്ടെ. അല്ല, ഞാൻ അയച്ചു തന്നിട്ടുള്ള പേജുകളിൽ മാത്രമേ എടുക്കൂ. യെസ്, 11ാമത്തെ ശ്ലോകം അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, 11 നമ്മൾ വായിച്ചു നിർത്തിയിട്ടുണ്ട് തൊട്ട് മുമ്പ്. PDF പേജിൽ 11ാമതെന്ന് കാണും. ശ്ലോകവും 11ആണ്. അതെ അതെ അതെ. സ്മിതമാതാജി വായിക്കാമോ? എടുത്തായിരുന്നോ? യശോധമേന ഭൃഗവത് വിപത്തെ സമക്ഷം വൈദേഹ രാജദൂഹിതരി അപയാപിത പിതായാം ഭ്രാതാവനെ കൃപണവത് പ്രയയാ വിയുക്തഃ സ്ത്രീസംഗിനാം ഗതിമിതി ഇതൊന്ന് എനിക്ക് അയച്ചത്. PDF ഞാൻ മൊബൈലിൽ മാറ്റിട്ട് മുഴുവൻ പോയി.
വായിക്കാം. രക്ഷോധമേന ഭൃഗവത് വിവിധേയസമക്ഷം വൈദേഹ്യരാജദുഹിതരീ അഭയാപിതായാം ഭ്രാത്രാവനേ കൃപണവത് പ്രയയാ വിയുക്തഃ ശ്രീസംഖിനാം ഗതിം ഇതി പ്രദയം ജച്ചാരക. ഇതിന്റെ വിവർത്തനം സുധീർ പ്രഭു വായിക്കാമോ? ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനമായി പ്രഭു. രാമചന്ദ്രൻ കാട്ടിനുള്ളിലേക്ക് പോവുകയും ലക്ഷ്മണൻ അവിടെ ഇല്ലാതിരിക്കുകയും ചെയ്ത സമയത്ത് രാക്ഷസരിൽ വെച്ച് അധമനായ രാവണൻ ഇടയനില്ലാത്ത അരക്ഷിതമായിരുന്ന ആടിനെ നരി എന്ന പോലെ വിദേഹ രാജപുത്രിയെ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി. ഭാര്യയെ വേർപിരിഞ്ഞതിനാൽ അങ്ങേയറ്റം ദുഃഖിതനായ മട്ടിൽ ഭഗവാൻ രാമചന്ദ്രൻ സോദരൻ ലക്ഷ്മണനോടൊപ്പം കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു. ഇപ്രകാരം അദ്ദേഹം സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വ്യക്തിയുടെ അവസ്ഥ എന്തെന്നോ സ്വന്തം ഉദാഹരണത്തിലൂടെ കാട്ടിത്തന്നു. ഹരേഷ്. ഭാവാർത്ഥം മാറ്റാർക്കെങ്കിലും വായിക്കാൻ പറ്റും? സുധീഷ് മലയാളം വായിക്കുന്നില്ല? സുധീഷ് മലയാളം വായിക്കുമല്ലോ. എടുത്തോ PDF ഭാവാർത്ഥം? വേറെ ആരെങ്കിലും വായിക്കാം, എനിക്ക് നേരെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എനിക്കും ചെറിയൊരു പ്രശ്നം അതേപോലെ തന്നെ ഉണ്ട് കിട്ടത്തില്ല. അതെ. നീരാജിക്ക് കിട്ടിയോ? ഓക്കെ, വായിച്ചു. സ്ത്രീകളോട് മമതയുള്ളവന്റെ അവസ്ഥ എന്തെന്ന് ഭഗവാൻ തന്നെ കാണിച്ചു തന്നു എന്നാണ് ഈ ശ്ലോകത്തിലെ സ്ത്രീ സംഗിനാം ഗതിമിതി എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത്. സന്മാർഗ നിർദ്ദേശങ്ങൾ പറയുന്നത് എന്തെന്നാൽ ഗൃഹേ നാരീം വിവർജയേത്, യാത്ര പോകുമ്പോൾ ഭാര്യയെ ഒപ്പം കൊണ്ടുപോകരുത് എന്നാണ്. പണ്ടൊക്കെ യാത്രാ സൗകര്യങ്ങൾ നന്ദി കുറവായിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴും പുരുഷൻ വീട് വിട്ടു പോകുമ്പോൾ, പ്രത്യേകിച്ചും പിതാവിന്റെ ആജ്ഞയാൽ നാടുകടത്തപ്പെട്ട ഭഗവാൻ രാമചന്ദ്രന്റേതുപോലുള്ള അവസ്ഥകളിലാണെങ്കിൽ കഴിവതും ഭാര്യയെ ഒപ്പം കൊണ്ടുപോകാതിരിക്കുകയാണ് വേണ്ടത്. കാട്ടിലായാലും വീട്ടിലായാലും സ്ത്രീകളോട് മമതയുണ്ടെങ്കിൽ ആ മമത എപ്പോഴും അപകടകാരിയാണ്. അതാണ് പരമദിവ്യോത്തമ പുരുഷൻ സ്വന്തം ഉദാഹരണത്തിലൂടെ കാട്ടിത്തരുന്നത്. സ്ത്രീ സംഖ്യയുടെ ഭൗതിക അവകാശമാണിത്, ഭൗതിക വശമാണിത്. പക്ഷെ ഭഗവാൻ രാമചന്ദ്രന്റെ അവസ്ഥ ആത്മീയമാണ്. കാരണം അദ്ദേഹം ഈ ഭൗതിക ലോകത്തിന്റെ ഉൽപ്പന്നമല്ല. നാരായണ പരോ വ്യക്ത്യാത്, നാരായണൻ പരോ വ്യക്താത്, നാരായണ പരോ അവ്യക്താത്. നാരായണൻ ഭൗതിക സൃഷ്ടിക്ക് അതീതമാണ്. ഭൗതിക ലോകത്തിന്റെ സൃഷ്ടാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്തിന്റെ ഉപാധികൾക്ക് വിധേയനുമല്ല. സീതയിൽ നിന്നുള്ള ശ്രീരാമദേവന്റെ വിരഹത്തെ ആത്മീയമായി ദർശിക്കുമ്പോൾ അത് വിപ്രലംബമാണെന്നു കാണാം. അത് ആത്മീയ ലോകത്തെ ദാമ്പത്യ പ്രേമത്തിന്റെ പരിചുക ഫലമായ ശൃംഗാര രസത്തിന്റെ ഭാഗമായ ഭഗവാന്റെ ഹ്ലാദീനി ശക്തിയുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാവുന്നതാണ്. ആത്മീയ ലോകത്ത് പരമദിവ്യോത്തമ പുരുഷൻ പ്രേമത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും സാത്വികം, സഞ്ചാരി, വിലാപം, മൂർച്ച, ഉന്മാദം പ്രകടിപ്പിക്കുന്നതായി കാണാം. അതിനാൽ സീതയിൽ നിന്നും വേർപെട്ടപ്പോൾ ഈ ആത്മീയ ലക്ഷണങ്ങൾ പ്രകടമായി. ഭഗവാൻ അവ്യക്തനോ ശൂന്യനോ അല്ല, മറിച്ച് അദ്ദേഹം സച്ചിദാനന്ദ വിഗ്രഹനാണ്. അറിവിന്റെയും ആനന്ദത്തിന്റെയും ശാശ്വത രൂപമാണ്. ആത്മീയാനന്ദത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും അദ്ദേഹത്തിൽ കാണാം. പ്രേമഭാജനത്തിന്റെ വിരഹം അനുഭവിക്കുന്നതും ആത്മീയാനന്ദത്തിന്റെ ഒരു വശമാണ്. രാധാകൃഷ്ണ പ്രണയ വികൃതിർ ഹ്ലാദി നിശക്തി എന്ന് ശ്രീല സ്വരൂപ ദാമോദര ഗോസ്വാമി വിശദീകരിക്കുന്നു. രാധാകൃഷ്ണന്മാരുടെ പ്രണയ കേളികൾ ഭഗവാന്റെ ഹ്ലാദീനി ശക്തിയുടെ പ്രകടനമാണ്. ഭഗവാൻ എല്ലാ ആനന്ദത്തിന്റെയും പ്രഥമമായ ഉറവിടമാണ്. അതിനാൽ ഭഗവാൻ രാമചന്ദ്രൻ സത്യത്തെ ആത്മീയമായും ഭൗതികമായും പ്രകടിതമാക്കുന്നു. ഭൗതികമായി സ്ത്രീകളുമായി മമത പുലർത്തുന്നവർ കഷ്ടപ്പെടുന്നു. പക്ഷെ ഭഗവാനും ഹ്ലാദീനി ശക്തിയുമായി ആത്മീയമായി വേർപാട് അനുഭവിക്കുമ്പോൾ ഭഗവാന്റെ ആത്മീയ ആനന്ദം വർദ്ധിക്കുകയാണ്.
ഭഗവത്ഗീതയിൽ 9:11 ഇക്കാര്യം കൂടുതൽ വിവരിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് പറയുകയാണ് ഇവിടെ ഒരു പോയിന്റ്, ഭൗതികമായി സ്ത്രീകളുമായി മമത പുലർത്തുന്നവർ കഷ്ടപ്പെടുന്നു. കറണ്ട് ലൈഫില് ഇത് നമ്മള് കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ ഇവിടെ വീണ്ടും ഭഗവാനും ഖാദിനി ശക്തിയുമായി ആത്മീയമായ വേർപാട് അനുഭവിക്കുമ്പോൾ ഭഗവാന്റെ ആത്മീയ ആനന്ദം വർദ്ധിക്കുകയാണ്. ഖാദിനി ശക്തി ഭഗവാന്റെ തന്നെ അംശമാണ് ലക്ഷ്മി ദേവി. ഭഗവത്ഗീതയിൽ 9:11 ഇക്കാര്യം കൂടുതൽ വിവരിക്കുന്നുണ്ട്. അവജാനന്തി മാമൂഢാൻ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്ദു മമഭൂതാ മഹേശ്വരം. ഇതിന്റെ ട്രാൻസ്ലേഷൻ ആർക്ക് വായിക്കാൻ പറ്റും? വിദ്യാർത്ഥി മലയാളം വായിക്കുന്നില്ലേ? ന്യൂട്ടാണ്. ന്യൂട്ടാണ്. പരമദിവ്യോത്തമ പുരുഷന്റെ കിട്ടിയോ? കിട്ടി. പരമദിവ്യോത്തമ പുരുഷന്റെ ആത്മീയ ശക്തിയെ കുറിച്ച് അറിയാത്തവർ അദ്ദേഹത്തെ സാധാരണ മനുഷ്യനായി കരുതുന്നു. ഭഗവാന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ഭൗതികാവസ്ഥകളാൽ ബാധിക്കപ്പെടുന്നതേയല്ല. സ്കന്ദപുരാണത്തിൽ കൂടുതലായി വിശദീകരിക്കുന്നത് മാധവാചാര്യർ ഉദ്ധരിക്കുന്നത് നോക്കുക. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാന്റെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഭൗതിക അവസ്ഥകളാൽ ബാധിക്കപ്പെടുന്നതേയില്ല. ഈ സത്യം സ്കന്ദപുരാണത്തിൽ കൂടുതലായി വിശദീകരിക്കുന്നത് മധ്വാചാര്യർ ഉദ്ധരിക്കുന്നു. എല്ലാവരും എടുത്ത് നമ്മൾ നോക്കുന്നത് റഫറൻസ് വെച്ചിട്ടാണ്, ഓതന്റിക്കേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് നമുക്കിത് അതേപടി വിശ്വസിക്കാം. ആരും സ്വന്തം ബുദ്ധിയിൽ നിന്ന് പറയുന്നതല്ല. ശ്ലോകങ്ങൾ പറയുന്നു, നിത്യപൂർണ്ണ സുഖജ്ഞാന നിത്യപൂർണ്ണ സുഖജ്ഞാന നിത്യപൂർണ്ണ സുഖജ്ഞാന സ്വരൂപോ അസൗ യഥോ വിദുഃ അതോ അസ്യ രാമേതി അഖ്യോ അസ്യ ദുഃഖം കുതോന്യപി തഥാപി ലോകശിക്ഷാർത്ഥം അദുഃഖോ ദുഃഖവർത്തിവത് അന്തർഹിതാം ലോകദൃഷ്ട്യാം സീതാമാസീത് സ്മരണ്യവ ജ്ഞാപനാർത്ഥം പുനർനിത്യം സംബന്ധ സ്വാത്മനശ്രിയാഹ അയോധ്യായായ നിഗർച്ഛൻ സർവലോകസ്യ ചേശ്വരഃ പ്രത്യക്ഷം തു ശ്രീയാസാർത്ഥം ജഗാമാനതിർവ്യയ നക്ഷത്രമാസഗണിതം ത്രയോദശസഹസ്രകം ബ്രഹ്മലോക സമം ചക്രേ സമസ്തം ശിതിമണ്ഡലം രാമോ രാമോ രാമ ഇതി സർവേഷാമഭവതു തഥാ സർവരാത്മയോ ലോകോ യഥാ രാമസ്ത്വ പാലയത്. ഹരേ കൃഷ്ണ. ഇതിന്റെ ട്രാൻസ്ലേഷൻ ഡോക്ടർജി. അടുത്തത് അതിന്റെ കണ്ടിന്യൂഷൻ. രാവണന് സീതയെ മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. രാവണൻ സീതയെ യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടു പോകുവാൻ കഴിയുകയില്ല. രാവണൻ തട്ടിക്കൊണ്ടുപോയത് മായാ സീതയെന്ന സീതാമാതാവിന്റെ മായിക രൂപം മാത്രമാണ്. സീത അഗ്നിപരീക്ഷ നേരിട്ടപ്പോൾ മായാ സീത തീയിലിരിക്കുകയും യഥാർത്ഥ സീത പുറത്തു വരികയും ചെയ്തു. ഈ ഉദാഹരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഒരു സ്ത്രീ ഭൗതിക ലോകത്തിൽ എത്ര തന്നെ ശക്തിയാണെങ്കിലും അവൾക്ക് പരിരക്ഷ വേണ്ടത് ഉണ്ടെന്നും അരക്ഷിതയായാലുടൻ രാവണനെ പോലുള്ള രാക്ഷസന്മാർ അവളെ ചൂഷണം ചെയ്യുമെന്നുമുള്ളതാണ്. ഇവിടെ വൈദേഹ
ദൂഹിതാരി എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഭഗവാൻ രാമചന്ദ്രനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സീതാദേവി വൈദേഹ രാജാവായ പിതാവിനാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നുവെന്നാണ്. വിവാഹിത ആയപ്പോൾ സീതയെ ഭർത്താവ് സംരക്ഷിച്ചു. സ്ത്രീ എപ്പോഴും സംരക്ഷിക്കപ്പെടണം എന്നതാണ് അന്തിമമായ നിഗമനം. വേദ നിയമം അനുസരിച്ച് ഒരു സ്ത്രീക്ക് സ്വതന്ത്രയാകുവാൻ നിവർത്തിയില്ല, കാരണം അവൾക്ക് സ്വയം രക്ഷിക്കാനുള്ള കഴിവില്ല. വേദ നിയമം അനുസരിച്ച് ഒരു സ്ത്രീക്ക് സ്വതന്ത്രയായിരിക്കുവാൻ ഭൃഗുവാതിരി പ്രത്യേകം എടുത്തു പറഞ്ഞു. അസമക്ഷം, ക്ഷമിക്കുക പറയുന്നത് നിവർത്തിയില്ല, കാരണം അവൾക്ക് സ്വയം രക്ഷിക്കാനുള്ള കഴിവില്ല. എത്ര മൂല്യമായ ഒരു സന്ദേശമാണ് ത്രേതായുഗത്തിൽ നമ്മൾക്ക് തന്നിരിക്കുന്നത് രാമായണത്തിൽ. അനിലാജി, ഇത് ഈ സ്ത്രീകൾ 3-4 പ്രാവശ്യം അടുപ്പിച്ച് വായിക്കണം തുടർച്ചയായിട്ടും. തീർച്ചയായിട്ടും അതെ അതെ, അതില് തീർച്ചയായിട്ടും 3-4 പ്രാവശ്യം. നമ്മൾ ഏത് മനുഷ്യനും ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ കിട്ടുന്ന അറിവല്ല അതേ വാചകം രണ്ടാമത് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും വായിക്കാൻ തോറും അതിലുള്ള അടങ്ങിയിരിക്കുന്ന എല്ലാ അർത്ഥങ്ങളും കുറച്ച് നമുക്ക് മനസ്സിലാവും. വളരെ നല്ല അർത്ഥത്തോടുകൂടിയാണ് പറയുന്നത്. അതെ, അതുകൊണ്ടാണ് പ്രഭുപാദര് അസമക്ഷം എന്ന് പറഞ്ഞത്. തെറ്റിദ്ധരിക്കരുത് അല്ലേ? അതെ, തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കരുത്. കാര്യം വളരെ സ്ത്രീയെ നല്ല ഒരു മൂല്യത്തിലാണ് കൊണ്ടുവന്നത്, വളരെ നല്ല മൂല്യം. സ്ത്രീക്ക് ഇത്രയും ഒരു ടോപ്പ് റാങ്ക് കൊടുത്തിരിക്കുന്നത് ആര്യൻ സിവിലൈസേഷനിലാണ്, ഭാരതീയതയിലാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീയെ സംരക്ഷിക്കപ്പെടണം, അവൾ സംരക്ഷിക്കപ്പെടേണ്ടവൾ ആണ് എന്ന് പറഞ്ഞത്. നമ്മൾ ഒരാളെ കൂടുതൽ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ കൂടുതൽ കെയർ ചെയ്യുന്നത്? നോർമലി എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, നമ്മൾ ഒരാളെ കൂടുതൽ കെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സുധീഷ്, നമ്മൾ അവർക്ക് വില നൽകുന്നുണ്ടാണ്. നമ്മൾ അവർക്ക് വില നൽകുന്നത് കൊണ്ടാണ്. അതാണ് ഡോക്ടർ ജി പറഞ്ഞത്, നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണമെന്ന് പറഞ്ഞു. അത്രയ്ക്കും മൂല്യം സ്ത്രീക്ക് കൊടുക്കുന്നത് കൊണ്ടാണ്. ആ സ്ത്രീ ഒരിക്കലും ഒരാളാലും ആക്രമിക്കപ്പെടാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ ധർമ്മത്തിന്റെ ഗുണം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുസംഹിത കൃത്യമായിട്ട് പറയുന്നത്, വളർന്നു വരുന്ന സമയത്ത് അച്ഛനും അമ്മയും അച്ഛനാൽ അമ്മയാൽ ആ പെൺകുട്ടിയെ സംരക്ഷിക്കപ്പെടണം. പിന്നീട് വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടണം. പ്രായമായി മക്കൾ മുതിർന്നു കഴിഞ്ഞാൽ മക്കളാൽ അതേ സ്ത്രീ സംരക്ഷിക്കപ്പെടണം. ഒരിടത്തും അവര് ഒറ്റപ്പെടാൻ പാടില്ല. എത്ര മൂല്യമായ സന്ദേശമാണ്. പലരും, പല ഫെമിനിസ്റ്റുകളും ഒരുപാട് വാക്കുകൾ പറയും. കാര്യം അവർ ആര്യ സംസ്കാരത്തിൽ പെടാത്തത് കൊണ്ടാണ്. പ്രാകൃതമായ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെടുക്കാൻ പറ്റും. ഇവിടെ കുറെ പേര് സംസാരിക്കുന്നുണ്ട്. ഇപ്പം അത് പത്രക്കാർക്ക് വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് എന്തും പ്രസിദ്ധീകരിക്കുന്നത്. അത് നമുക്ക് അതേപടി എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശാസ്ത്രപ്രകാരം മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഈ ഇടയ്ക്ക് ഒരു സിനിമാ നടിയാണോ എന്ന് സംശയമുണ്ട്. അത് അവര് എഴുതിയത്, ക്ഷമിക്കണം കേട്ടോ ഞാൻ പറയുന്നെങ്കിലും, പണ്ട്
പുരുഷന്മാരുടെ അസഹ്യമായ അക്രമം കൊണ്ടോ അക്രമത്തെ ഭയന്നിട്ടോ എന്തോ മാറിടം മറച്ചാണ് നടന്നിരുന്നത്. ഇന്ന് ഞാൻ സ്വതന്ത്രയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് എനിക്ക് നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ എത്തി എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവരോട് ദയനീയതയാണ് തോന്നിയത്. ആർക്കാണ് ഇതിന്റെ നേട്ടം? ശരിക്കും നമ്മള് ആ ഒരു സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ നേട്ടം ഈ പറഞ്ഞ സ്ത്രീക്കോ അതോ പുരുഷനോ, ആസുരി സ്വഭാവമുള്ള പുരുഷനോ, ആർക്കാണ് നേട്ടം? ഡോക്ടർ ജി, മ്യൂട്ടാണ്. നേട്ടം അതൊരു നേട്ടമായിട്ട് പറയാൻ പറ്റത്തില്ല. അതാണ് അല്ലേ, ഒരു നേട്ടമല്ല അത് യഥാർത്ഥത്തില്. സ്ത്രീകൾക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. സ്ത്രീകൾക്ക് അതിൽ പ്രത്യേകിച്ച് നേട്ടം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. സ്ത്രീകൾക്ക് നേട്ടം ഉണ്ടാകുന്നില്ല. പുരുഷൻ അഥവാ നേട്ടം ഉണ്ടാവുന്നെങ്കിലും അത് യഥാർത്ഥത്തിൽ നേട്ടമല്ല, അതൊരു ദോഷമാണ്. ദോഷമാണ്, അതെ. അതുകൊണ്ടാണ് ഞാൻ ആ ആസുരി സ്വഭാവം എന്ന് എടുത്തു പറഞ്ഞത്. അപ്പം ശാസ്ത്രം വായിക്കാതെ, അറിവില്ലാതെ, അതായത് വ്യാജ ഡോക്ടറും ഒറിജിനൽ ഡോക്ടറും, ഞാൻ ഇപ്പൊ മെഡിക്കൽ ലാംഗ്വേജ് പറഞ്ഞത് ഡോക്ടർ ഉണ്ടായതുകൊണ്ടാണ്, വ്യാജ ഡോക്ടറും ഒറിജിനൽ ഡോക്ടറും തമ്മിലുള്ള ഡിഫറൻസ് ആണിത്. പാരസെറ്റാമോൾ ആർക്ക് വേണമെങ്കിലും എഴുതി കൊടുക്കാം, അല്ലേ? രണ്ടു കൂട്ടർക്ക് എഴുതി കൊടുക്കാം, കുഴപ്പമില്ല, എഴുതി കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അതിനകത്തുള്ള യഥാർത്ഥത്തില് വ്യാജ ഡോക്ടർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ യഥാർത്ഥ ഡോക്ടർക്ക് നഷ്ടപ്പെടാം. അപ്പൊ ആ ഒരു മരുന്ന് കൊണ്ട് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ യഥാർത്ഥ ഡോക്ടർക്ക് കുഴപ്പത്തിന്റെ പേരിൽ അതിനുള്ള ശിക്ഷയോ കാര്യങ്ങളോ ലൈസൻസ് തടഞ്ഞു വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. വ്യാജ ഡോക്ടർ എന്ത് നമ്മൾ തടഞ്ഞു വെക്കും? ലൈസൻസ് ഉണ്ടെങ്കിലല്ലേ തടയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ ഡോക്ടറിന് എന്തായിരിക്കും കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവും. ഉത്തരവാദിത്വം കാണും, കൃത്യമായ മരുന്നുകളെ കൊടുക്കുകയുള്ളൂ, അല്ലേ? അതേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം. അപ്പം അതുപോലെയാണ് നമ്മുടെ പ്രമാണം, നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഒക്കെയാണ്. രാമായണം വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മൂല്യങ്ങളാണ് നമ്മൾ എടുത്ത് കൊണ്ടുപോകേണ്ടത്. ഹരേ കൃഷ്ണ. ഇതില് എന്തെങ്കിലും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ പാട്ട് പാടാനുള്ളവരെല്ലാം റെഡിയായിട്ട് നിൽക്കുക. സ്മിതമാതാജി, ശ്രീരാമചന്ദ്രന്റെ എന്തെങ്കിലും മറ്റ് റെഫറൻസസ് എന്തെങ്കിലും ഇവിടെ റിവ്യൂ ചെയ്യാൻ ഉണ്ടാവുമോ? ഉണ്ടാവും. ന്യൂട്ടൺ, ഹരേ കൃഷ്ണ പ്രഭു. കഴിഞ്ഞ 2-3 ക്ലാസ്സില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ രാമായണം നമ്മുടെ ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് രാമായണം എന്നുള്ള പേരിലല്ല, വേറെ പല രീതിയിലായാലും അവരുടെ കൾച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് രാമായണത്തിലെ കഥകളും രാമായണത്തിന്റെ പഠിക്കാനുള്ളതെന്നെല്ലാം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് രാമായണത്തിൽ നിന്ന് നമ്മൾ 3 കാര്യങ്ങള് രാമായണത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന്, എന്റർടൈൻമെന്റ്, അതായത് നല്ല കഥയാണ്, ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ എക്സൈറ്റിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എൻറിച്ച്മെന്റ്, അത് നമ്മൾ എങ്ങനെ ലൈഫിൽ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ മോറൽ സ്റ്റോറീസ് ആണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം എൻലൈറ്റ്മെന്റ്, അതായത് ആ
പഠിച്ച പാഠങ്ങളിൽ നിന്ന് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക്. ഈ സ്റ്റോറിയില് 3 സ്ഥലങ്ങളുണ്ട് മെയിൻ ആയിട്ട്. ഒന്ന് അയോധ്യ, 2 കിഷ്കിന്ധ, 3 ലങ്ക. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയോഗ്രഫിക്കലി അയോധ്യ ഏറ്റവും ടോപ്പിലും, പിന്നെ നടുക്കില് കിഷ്കിന്ധയും, ഏറ്റവും താഴെയാണ് ലങ്കയും വരുന്നത്. അപ്പൊ അതേപോലെ എങ്ങനെയാണോ അവര് ജിയോഗ്രഫിക്കലി ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്, നമ്മളുടെ എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് പറയാം. അയോധ്യയിലുള്ള ആൾക്കാര് സംസ്കൃതിയുള്ള ആൾക്കാരാണ്. അതായത് നല്ല കൾച്ചറാണ്, അവര് ഗ്രേറ്റ്ഫുൾ ആണ്, ബാക്കിയുള്ളവർക്ക് ഉപകാരം ചെയ്യും, അങ്ങനത്തെ ആൾക്കാരാണ് അയോധ്യയിലുള്ളത്. കാരണം അവർക്ക് സംസ്കൃതി ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് അവർ ജിയോഗ്രഫിക്കലിയും ഹൈ ആണ്, അതുപോലെ തന്നെ അവരുടെ സംസ്കൃതിയിലും അവര് നല്ലതാണ്. കിഷ്കിന്ധ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രകൃതിയാണ്. അതായത് ഇപ്പൊ നമ്മുടെ കോമൺ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്നെ എന്തെങ്കിലും ചെയ്തു, ഞാൻ തിരിച്ച് അവർക്ക് അതേപോലെ തിരിച്ചും ചെയ്യും. എനിക്ക് നല്ലത് ചെയ്താൽ ഞാൻ നല്ലത് ചെയ്യും, എനിക്ക് ചീത്ത തന്നെ ചെയ്തെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ചീത്ത തന്നെ ചെയ്യും. ഗ്രേറ്റ്ഫുൾ, അയോധ്യയിലെ ആൾക്കാര് വളരെ ഗ്രേറ്റ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കിഷ്കിന്ധയിലെ ആൾക്കാര് ഗ്രേറ്റ്ഫുൾ ആണ്, പക്ഷെ റിമൈൻഡ് ചെയ്യുമ്പോ മാത്രം. ഇനി ലങ്കയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, ലങ്കയാണ് ജിയോഗ്രഫിക്കലി ഏറ്റവും താഴെയുള്ളത്. അവരുടെ പ്രകൃതം എങ്ങനെയാണ്? വികൃതി എന്നുള്ളതാണ് അവരുടെ നേച്ചർ. അതായത് എല്ലാം മേടിക്കും, പക്ഷെ ഒന്നും ഓർമ്മയുണ്ടാവില്ല അവർക്ക്. അതായത് ഇപ്പൊ കാണുന്ന ആൾക്കാരെ പോലെ അവർക്ക് വേണ്ടപ്പോ നമ്മളെ യൂട്ടിലൈസ് ചെയ്യും, അത് കഴിഞ്ഞ് എടുത്ത് പുറത്തിടും. അവർക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല. അവരുടെ ആവശ്യം കഴിഞ്ഞു, അവര് നമ്മളെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞയക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് അയോധ്യ ജിയോഗ്രഫിക്കലി എങ്ങനെയാണോ ഹൈ ആയിരിക്കുന്നത്, അതുപോലെ അവിടുത്തെ ആൾക്കാർക്കും സംസ്കൃതി ഉണ്ട്. രണ്ടാമത്തെ മധ്യത്തിൽ വരുന്നത് കിഷ്കിന്ധയിൽ വരുന്ന ആൾക്കാർ പ്രകൃതിയാണ്. അപ്പൊ അവരെ ഓർമ്മിപ്പിച്ച അവര് നല്ലത് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ മോശം ചെയ്യും. അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നേച്ചറാണ്. ഈ മൂന്നാമത്തെ സ്ഥലം പറഞ്ഞത് ലങ്കയിലുള്ള ആൾക്കാര് വികൃതിയാണ് അവരുടെ സ്വഭാവം. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ആരെയും എന്താ പറയാ അൺഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഒരു കാര്യത്തിനും അവര് ആൾക്കാരെ വാല്യൂ ചെയ്യില്ല, അങ്ങനത്തെ ആൾക്കാരാണ്. ഇനി നമുക്ക് ഇതിന് എക്സാമ്പിൾ നോക്കാം. ഈ സംസ്കൃതിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സീതാദേവി തിരിച്ച് അയോധ്യയിലേക്ക് വന്നപ്പോ സീതാദേവി ഒരു സമയത്ത് ഇരുന്ന് കരയായിരുന്നു. അപ്പൊ രാമചന്ദ്ര ഭഗവാൻ ചോദിക്കും, എന്തിനാണ് ഇപ്പൊ വിഷമിക്കുന്നത്? നമ്മളുടെ എല്ലാ കഷ്ടങ്ങളും തീർന്നു, നമ്മൾ തിരിച്ച് അയോധ്യയിലെത്തി, ഇനി എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ സീതാദേവി പറയും, ഞാൻ ജടായുവിനെ ആലോചിച്ച് കരയുകയാണെന്ന്. അപ്പൊ അതാണ് അയോധ്യയിലുള്ള ആൾക്കാരുടെ സംസ്കൃതിക്കുള്ള എക്സാമ്പിൾ. ഇനി കിഷ്കിന്ധയിലുള്ളത് ആരാണ്? സുഗ്രീവൻ എന്ത് ചെയ്തു? ആദ്യം ബാലിയെ ശ്രീരാമചന്ദ്രൻ കൊല്ലാൻ സഹായിച്ചു. എല്ലാ രാജ്യം തിരിച്ചു കിട്ടി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? സുഗ്രീവൻ മറന്നുപോയി. എന്താ ആദ്യം എഗ്രി ചെയ്തത്? എന്താണ്? രാമചന്ദ്ര ഭഗവാന്റെ ഒപ്പം ആദ്യം രാമചന്ദ്ര ഭഗവാൻ സുഗ്രീവനെ ഹെൽപ്പ് ചെയ്തു, രാജ്യം തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുഗ്രീവൻ സീതാദേവിയെ തേടാൻ വേണ്ടി സഹായിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? തിരിച്ചെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ സുഗ്രീവൻ മറന്നുപോയി. പിന്നെ സുഗ്രീവനെ റിമൈൻഡ് ചെയ്യിക്കേണ്ടി വന്നു. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ പോയിട്ട് റിമൈൻഡ് ചെയ്യും, ഇങ്ങനെ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇനി മൂന്നാമത്തെ സ്ഥലത്തെ ആൾക്കാരാണ് ലങ്കയിലെ ആൾക്കാര്. അവരുടെ സ്വഭാവം വികൃതി. അവരെന്താ ചെയ്തത്? രാവണന്റെ സ്വഭാവമാണ്. അതായത് രാവണന്റെ സ്റ്റോറി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവായിരിക്കും. രാവണൻ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തും. ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോ എനിക്ക് അങ്ങയുടെ ഭാര്യയെ തന്നെ വേണമെന്ന് പറയും.
അപ്പൊ അതാണ് രാവണന്റെ സ്വഭാവം, അതാണ് ലങ്കയിലെ ആൾക്കാരുടെ സ്വഭാവം. പ്രഭു ഇനി സമയമുണ്ടോ അതോ അടുത്ത ആഴ്ച പറഞ്ഞാൽ മതി? മ്യൂട്ടാണ്. ഇനി എത്ര കൂടി പറയാനുണ്ട്? 2 പോയിന്റ്. പറഞ്ഞോളൂ. രണ്ടാമത്തെ കാര്യം റിലേഷൻഷിപ്സ്. നമ്മള് അയോധ്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാം, ഭരത്, ലക്ഷ്മൺ, ശത്രുഘ്നൻ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരതനാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തി. ഇപ്പൊ രാജ്യം വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അമ്മയാണ് എല്ലാം ചെയ്തത് എന്നുണ്ടെങ്കിലും എല്ലാവരും തെറ്റിദ്ധരിച്ചു ഭരതനാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത്. ആ രാജ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഭരതനും കൂടെ കൂട്ടാണെന്ന് വിചാരിച്ചു അമ്മയായിട്ട്. അപ്പൊ നമ്മള് അതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടും അദ്ദേഹം വളരെ കൂളായിട്ടിരുന്നു, ഒരിക്കലും ടെമ്പർ വിട്ടിട്ടില്ല. അപ്പൊ ഡിവോട്ടീസ് ആവുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ടെസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടെസ്റ്റുകള് നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ സ്ഥലം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷ്കിന്ധ. കിഷ്കിന്ധയില് ആദ്യം രാമനും ലക്ഷ്മണനും കൂടെ കിഷ്കിന്ധയിൽ എത്തുന്ന സമയത്ത് ഈ സുഗ്രീവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന് ഇരിക്കാൻ ആസനം കൊടുക്കും, പക്ഷെ ലക്ഷ്മണന് ഇരിക്കാൻ ആസനം കൊടുക്കില്ല. അപ്പൊ ഈ വാലിയും സുഗ്രീവനും തമ്മിലുള്ള വഴക്ക് എന്താ പറയാ ഫൈറ്റ് ഉണ്ടാവണ സമയത്ത് ആദ്യത്തെ എന്താ പറയാ ഹാഫില് മുഴുവൻ അടിയും സുഗ്രീവന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ സുഗ്രീവൻ രാമനോട് ചോദിക്കും, എന്താ ഭഗവാനെ എന്നെ കാക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ഫൈറ്റിന് വന്നത്, അപ്പൊ എന്തുകൊണ്ടാണ് കാക്കാത്തതെന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യാത്തത്, സംരക്ഷിക്കാത്തതെന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ എന്നിട്ട് ലക്ഷ്മണനോട് പറയും, ഓക്കെ ഒരു മാല ഈ സുഗ്രീവന്റെ കഴുത്തില് ഇട്ടുകൊടുക്കാൻ പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് എന്ന് ഗുരുവിനെ സറണ്ടർ ആവുന്ന അപ്പോഴേ നമുക്ക് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം ഉള്ള ഫൈറ്റില് സുഗ്രീവൻ ജയിക്കും. ഇനി മൂന്നാമത്തെ ലങ്കയിൽ വന്നു കഴിഞ്ഞാൽ രാവൺ, വിഭീഷണൻ. ഇപ്പൊ വിഭീഷണനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവണന്റെ ഐഡിയാസുമായിട്ട് വിഭീഷണന് യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം രാജ്യം വിട്ടു വരേണ്ടി വരും. ഇന്റൻഷൻ എന്താ പറയാ വിഭീഷണന്റെ നല്ലതായിരുന്നു എന്നുണ്ടെങ്കിലും അത് രാവണന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വളരെ സെൽഫിഷ് ആയിരുന്നു രാവണൻ, അതുപോലെ ജലസും ആയിരുന്നു. ഇനി മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്. ഇപ്പൊ അയോധ്യത്തെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു മിസ്റ്റേക്കോ ഒരു റോബറിയോ ഒരു ഭയോ അല്ലെങ്കിൽ ഭിക്ഷക്കാരോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതേസമയം നമ്മൾ കിഷ്കിന്ധയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സുഗ്രീവന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം മിസ്റ്റേക്ക് ചെയ്യും, പിന്നെ ആരെങ്കിലും അവരെ കറക്റ്റ് ചെയ്യണം, എന്നിട്ട് അവർ പഠിക്കും. അതായത് സർക്കംസ്റ്റാൻസിനനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കും. ഇനി മൂന്നാമത്തെ സ്ഥലം ലങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം നഷ്ടപ്പെടുമായിരുന്നു. അവിടെ ഉള്ളവർ മുഴുവൻ കള്ളന്മാരായിരുന്നു. അത് കാണിക്കുന്നത് ഈവൻ മിസ്റ്റേക്സ് ആണെന്നുണ്ടെങ്കിലും ചെയ്തിട്ടും അതിന് എന്താ പറയാ ശിക്ഷ കിട്ടിയാലും പഠിക്കില്ല. അപ്പൊ ഈ മൂന്ന് സ്ഥലത്തെ സ്ഥലം എങ്ങനെയാണോ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണോ എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അയോധ്യ, കിഷ്കിന്ധ, ലങ്ക. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നല്ലൊരു മെസ്സേജ് ആയിരുന്നു, നല്ല ഇൻഫർമേഷൻ ആയിരുന്നു. ഹരേ കൃഷ്ണ. ഇതാണ് നമ്മൾ രാമായണത്തിലൂടെ പോകുമ്പോൾ നമ്മള് PhD എടുക്കാൻ സബ്ജക്ട് രാമായണത്തിലുണ്ട്, PhD എടുക്കാൻ സബ്ജക്ട് ഭഗവത്ഗീതയിലുണ്ട്. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. അതായത് നമ്മൾ റിസർച്ച് ചെയ്ത് പോയിട്ട്
നമ്മൾ ആ സത്തിനെ എടുക്കണം. നിഗമകൽപ്പതരോർഗരിതം സുഖം. ബാക്കി എന്താണ് മാതാജി? നിഗമകൽപ്പതരോർഗലിതം ഫലം ശുഖമുഖാദ് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. രസമാലയം, ആ രസം, ആ സത്ത് എന്ന് പറയുമ്പം നല്ല നല്ല മധുരമുള്ള മാങ്ങ, തൊലിയേ ഇല്ല, അകത്തണ്ടിയും ഇല്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിനെ അങ്ങനെ നമ്മൾ വായോട്ടെടുത്ത് വിഴുങ്ങിയെടുക്കുകയാണ്. ആ സുഖം, അങ്ങനെ ആ അമൃത് നമ്മൾ അതേപടി നമ്മൾ എടുക്കണം. അങ്ങനെ ജീവിതത്തിൽ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം സ്വച്ഛന്ദ സുന്ദരമായൊഴുകും സ്നേഹ സഹോദര്യത്തിൻ വിശുദ്ധ ഗംഗ. ആ ഗംഗാ നദിയുടെ പുണ്യതയിലൂടെ, ആ പുണ്യമായ ഗംഗാ നദിയുടെ പുണ്യം, ആ പുണ്യത നമ്മുടെ ജീവിതത്തിനും ഉണ്ടാകും. ഹരേ കൃഷ്ണ. ഗോവിന്ദ്, പാടാൻ റെഡിയാണോ? യെസ്. ഇന്ന് കോമ്പറ്റീഷൻ ഒന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നോ? സുധീഷ്, സേവനത്തിന്റെ പ്രോഗ്രാം ഒന്നും പോയില്ലേ? ഇല്ല ഇല്ല, ഇപ്പം അങ്ങനെയുള്ള ഒരു ഇല്ല. ഞാൻ നോക്കിയിരുന്നു. ഓക്കെ ഗോവിന്ദ്, റെഡിയാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. പാടിക്കോളൂ. അത് കഴിഞ്ഞിട്ട് സുധീഷിയുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, പാടിക്കോളൂ. നാമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകാശിപൂർവക്ഷദാ ശീലതംഘാനഖാലായേ ഇദോ നരസിംഹോ പരദോ യതോ യതോ യാമി തദോ വഹേ നരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമദിം ശരണം പ്രപദേ തവ കരകമലവരേണകം അദ്ഭുത സിംഹാ ദലിതാർ ഹിരണ്യകശിപോ തനുഭൃംഗാ കേശവധൃതാ നരഹരിരൂപ ജയ ജഗീശനേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ് ജയ പ്രഹ്ലാദ് മഹാരാജ്. ശ്രീ ലക്ഷ്മി നരസിംഹ ഭഗവാൻ കി ജയ്. ജയ്. ഗോവിന്ദ്, ഗോവിന്ദ് വെരി 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 ഗുഡ്. ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഗോവിന്ദ്. താങ്ക് യു. ഗോവിന്ദ്, പാടുമ്പോ മൈക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പിടിക്കണം. സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വേവ് ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം നല്ല സ്മാർട്ടായിട്ട് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഞാനത് റെക്കോർഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇടയ്ക്ക് സൗണ്ട് കുറഞ്ഞു പോകുന്നു. 2 പേരും മതിയാക്കി. പാട്ട് കൊള്ളാം, പക്ഷെ മൈക്ക് കറക്റ്റ് പിടിക്കുന്നില്ല. അപ്പോൾ ഇതിനെ കുറിച്ച് ബാക്കി ഉള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ സുധീഷ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ? മറ്റേ ആ ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ പേര് ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ലെന്നാണ് തോന്നുന്നത്. ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. ആ പേര് പറയുമ്പോൾ അതാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഓർമ്മ വരും. സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ബൈ വില്യം ഡൂറന്റ്. നേരത്തെ പറഞ്ഞില്ല. വില്യം ഡൂറന്റ്. വില്യം ബ്യൂററ്റ്. ഡൂറന്റ്, DURANT. വില്യം ഡൂറന്റ്. സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. വില്യം ബ്യൂറന്റ്. സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. വില്യം ഡൂറന്റ്. ഡൂറന്റ്. BURAT. DURANT. ഡൂറന്റ്. ഡൂറന്റ്. വില്യം ഡൂറന്റ്. BURANT.
അദ്ദേഹം നല്ലൊരു സ്കോളർ ആയിരുന്നു. അദ്ദേഹം എഴുതിയതാണ് ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ. അതിന്റെ പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഇന്ത്യ വാസ് ദ മദർ ലാൻഡ് ഓഫ് അവർ റേസ് ആൻഡ് സംസ്കൃത് ദ മദർ ഓഫ് യൂറോപ്യൻ ലാംഗ്വേജസ്. ദ മദർ ഓഫ് യൂറോപ്യൻ ലാംഗ്വേജസ്. ഷീ വാസ് ദ മദർ ഓഫ് അവർ ഫിലോസഫി, ഓഫ് അവർ മാത്തമാറ്റിക്സ്, ഓഫ് ദ ഐഡിയൽസ് എംബഡിഡ് ഇൻ ക്രിസ്ത്യാനിറ്റി. വളരെ സംശുദ്ധമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നിഷി, ഞാൻ പറഞ്ഞു വന്നത് മറന്നുപോയ ഇടയ്ക്ക്. രാമായണം വായിക്കുമ്പോൾ ഈ കർക്കിടക മാസം കഴിഞ്ഞാലും രാമായണത്തിലെ ചില സ്തുതികളുണ്ട്. ഇപ്പൊ ഞാൻ വായിച്ച പോലെ ചില മെസ്സേജുകൾ അതെടുത്ത് വായിക്കണം. ആ വായിക്കുന്നതിനൊരു സുഖം വേറെയാണ്. നമ്മൾ അറിയാതെ ഭഗവാനുമായിട്ട് സ്നേഹം വരും. എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് പറയുന്ന ആ സ്തുതികളാണ്. ദയാപരനാണ്. ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ഇത്രയേറെ അനുകമ്പയുള്ള വേറെ ഒരാളും, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ശ്ലോകം പറഞ്ഞത്, കൊല്ലാൻ വേണ്ടി വന്ന സ്ത്രീയെ പോലും മുല കൊടുത്തതിന്റെ പേരിൽ മാതൃത്വത്തിന്റെ സ്ഥാനത്ത് കൊടുത്തുകൊണ്ട് മോക്ഷം കൊടുത്തു. അത്രയും അനുകമ്പയുള്ള ഒരു പുരുഷൻ ഈ ലോകത്ത് വേറെ എവിടെ ഉണ്ട്? സുധീഷ് പ്രഭു, രാമായണ മാസമായിട്ട് ഇതിന്റെ കുറെ ഡിസ്കഷനും പല രീതിയിലുള്ള ആർട്ടിക്കിൾസും ഒക്കെ വായിക്കാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ അതില് വന്നൊരു നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരു കുട്ടികളുടെ ലെവലിലോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി തീരെ അറിഞ്ഞൂടാത്ത ഒരാൾക്ക് പറയുന്ന രീതിയിൽ ഇപ്പൊ നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തം ഇന്ത്യൻ, അതായത് നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള ലിറ്ററേച്ചേഴ്സ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് കഴിഞ്ഞാല് അതിലെ കാണുന്ന പുരാണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതിഹാസങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഉപനിഷത്തുകളും ഉപനിഷത്ത് എന്ന് പറയുന്നത് മൊത്തം ഫിലോസഫികളും, ഇതിഹാസം എന്ന് പറയുന്നത് ചരിത്രവും, പുരാണം എന്ന് പറയുന്നത് ഭാവാത്മകമായ സങ്കല്പങ്ങൾ വെച്ച് ചെയ്തേക്കുന്ന കൃതികളും ഒക്കെയാണ് അതില്. അപ്പോ രാമായണത്തിന്റെ ഒരു പ്രത്യേകിച്ച് രാമായണം നമ്മൾ നമ്മുടെ വളരെ യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയാണ്, സത്യയുഗത്തിൽ എഴുതിയെന്ന് പറയുന്നത്. അപ്പം മനുഷ്യന്റെ സിവിലൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന സമയമാണ്. കാട്ടാളന്മാരായിരുന്നു മനുഷ്യനായിക്കൊണ്ട് വരിക. അപ്പൊ അതിൽ തന്നെ ഹ്യൂമൻകാരും കൂടുതൽ അന്ന് വാനര സൈന്യം ഉണ്ടായിരുന്ന സമയമാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. കാരണം ആ ട്രാൻസിഷൻ നടക്കുന്നു എന്നുള്ള വേണമെങ്കിൽ നമുക്ക് കിടക്കും. അപ്പം അവിടെയും ഹ്യൂമൻ റിലേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അമ്മയുടെ റോൾ എന്താണ്, സുഹൃത്തിന്റെ റോൾ, നമ്മുടെ ഹനുമാനുമായും ശ്രീരാമനുമായിട്ടുള്ള റിലേഷൻ, സുഹൃത്ത് ബന്ധം എന്താണെന്ന് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ആയാലും ശരി തന്നെ, സഹോദരനായാലും ശരി. അപ്പം പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പല റിലേഷൻസിനെ വളരെയധികം നമ്മളെ ഇന്ത്യൻ കൾച്ചറിൽ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനെ അങ്ങ് സ്ഥാപിച്ചിരിക്കുന്നത് രാമായണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാമായണം മൊത്തം വായിക്കാതെ പലപ്പോഴും രാമായണത്തെ പറ്റി പലതും നമ്മൾ അറിയും. ഇപ്പൊ സിനിമ പേരുകൾ നോക്കിയാലും ഒരു രാമൻ സീത എന്നൊക്കെ വരാത്ത സിനിമ തമിഴ് സിനിമകളും തെന്നിന്ത്യൻ സിനിമകളൊന്നും ഇല്ല. കാരണം അതിന് ഒരു റിലേഷനെ ഡിഫൈൻ ചെയ്യാൻ പിന്നെ വേറൊന്നും വേണ്ട എന്നുള്ളതാണ്. അത്രയ്ക്കും റൂട്ട് കണക്ഷൻസ് ഉണ്ട് ഈ നമ്മുടെ ഇതിഹാസങ്ങളിൽ. അപ്പൊ അത് ആ ഒരു രീതിയിൽ നമ്മുടെ എല്ലാവരും മനസ്സിലാക്കുമ്പോഴത്തേക്ക് ബാക്കി ഇനി അടുത്തത് നമ്മുടെ ഇത് ചരിത്രമാണോ അത് വെറും ഫിക്ഷൻ ആയിരുന്നോ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിലൂടെ വളരെ 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 പ്രധാനപ്പെട്ട ഈ പറയുന്ന പോയിന്റിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ രാമായണത്തിന്റെ പല കഥകളും പല സ്റ്റേറ്റ്സും നമുക്ക് പിക്ക് ചെയ്ത് പിന്നെ വേണമെങ്കിൽ രാമായണം വായിക്കാം. അതിന് വേറൊരു സ്ട്രെങ്ത് തന്നെ ഉണ്ടാവും. കാരണം നമ്മുടെ മനസ്സിൽ ഇതങ്ങ് റീഇൻഫോഴ്സ് ആവും. ഇതൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്, സത്യമാണ്. ആ സത്യത്തിൽ തന്നെ ഒരു ഇത് റിയലായിട്ട് നടന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകും. കാരണം ഇതിപ്പോഴും ഇതൊക്കെ വെറും സ്റ്റോറി ആയിരുന്നു സങ്കല്പിച്ച് നടക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇപ്പം ഞാനിപ്പോ ഗോവിന്ദിന് ശരിക്കും പറഞ്ഞ എല്ലാ മലയാളവും മനസ്സിലാവത്തില്ല. എന്റെ മൂത്ത പയ്യനിപ്പോ 12th പഠിക്കുക, അവനിവിടെ ഇല്ലെങ്കിലും ഈ നടക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു ചെറിയൊരു അംശം ഈ പറഞ്ഞ റേഡിയേറ്റ് ചെയ്യും ഇവർക്കെല്ലാം. അപ്പം ഇവർക്കെല്ലാം അതിന്റെ ഒരു നാളെ അവരിരുന്ന് വായിച്ചോളും. ചിലപ്പോ അവർക്ക് സമയം കിട്ടുമ്പോ അവര് സമയം ചെലവാക്കി വായിക്കും. കാരണം ഇതിന്റെ ഒരു ബേസിക് സീഡ് ഇപ്പൊ മനസ്സിൽ എത്തിക്കുക എന്നുള്ള മാത്രമാണ് ഇതിന്റെയൊക്കെ ഒരു ലക്ഷ്യം തന്നെ. ഇത്
നമ്മുടെ ഒരു ഇൻഫ്ലുവൻസും നമ്മുടെ സിവിലൈസേഷന്റെ ബേസിക് ആണെന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് രാമായണം. ഹരേ കൃഷ്ണ. സത്യം. നമ്മുടെ പുരാണങ്ങൾ എന്ന് പറഞ്ഞ പൗരാണിക ചരിത്രങ്ങളാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ വളച്ചൊടിച്ച് കഥകളാക്കി. കാര്യം ഒരു കാലഘട്ടത്തില് പ്രിന്റ് മീഡിയ നമ്മുടെ കയ്യിലല്ലായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ അത് എത്രത്തോളം അതിനെ എങ്ങനെ വളച്ചൊടിച്ചെന്നോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം എത്ര സംശുദ്ധമാണെന്നോ ഇത് വായിച്ചു കഴിഞ്ഞാൽ, ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും കൂടെ തരണം കേട്ടോ. ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ വായിച്ചു കഴിഞ്ഞാൽ പിടികിട്ടും, വില്യം ഡൂറന്റിന്റെ. അതുകൊണ്ടാണ് ലാസ്റ്റിൽ അദ്ദേഹം ആ ഒരു വേർഡ് ഉപയോഗിച്ചത്. ദ ഐഡിയൽസ് എംബഡീഡ് ഇൻ ക്രിസ്ത്യാനിറ്റി എന്ന് അദ്ദേഹം ഉപയോഗിച്ചതിന്റെ കാര്യം അതാണ്. ഹരേ കൃഷ്ണ. അടുത്ത പാട്ട് ആരാണ്? കമല റെഡിയാണോ? സുധീർ പ്രഭു. നമ്മുടെ ഈ കുട്ടികളെല്ലാം സ്ക്രീനിൽ വരാമെങ്കിലേ ബാക്കിയുള്ളവർക്ക്. അതെ അതെ. ചന്തു എവിടെ? വിദ്യാജിയും പാടാന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു. അല്ലേ? ഞാൻ അതുകൊണ്ടാണ് നേരത്തെ നിർത്തിയത്. അല്ല എനിക്ക് അല്ലേ അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ? വിദ്യാർത്ഥി വിഷമിക്കണ്ട, വേണമെങ്കിൽ ഒരാഴ്ചയുടെ അവധി തരാം. പാടാൻ തയ്യാറാണെങ്കിൽ പാടാം. ഞാൻ റെഡിയാണ്. എനിക്കറിയാം. ഹരേ കൃഷ്ണ. ചന്തു റെഡിയാവുള്ളൂ. വിദ്യാജി ഇപ്പൊ പാടും. സുധീഷ് പ്രഭു. അല്ലെ ദിവ്യാജി പാടട്ടെ പ്രഭു. അതെ, ദിവ്യാജി പാടട്ടെ. പാടുമ്പോഴത്തേന് ചന്തു റെഡിയാവും, കമൽ റെഡിയാവും. ഓക്കെ. ഹരേ കൃഷ്ണ. ఏ తీరుగనను దయచూచదవో ఇనవంశోత్తమ రామా నాతరమా పవసాగర మీదను నలినదలక్షణ రామా శ్రీ రఘునందన సీతారమణ శ్రీధజన పోషక రామా కారుణ్యాలయ భక్తవరద నిను కన్నడి కాను పురామా క్రూర కర్మములు నేరగ చేసితి నేరములెంచకు రామా దారిద్ర్యము పరిహారము చేయవే దైవ శిఖామణి రామా వాసవనుత రామదాస పోషక వందనమాయోధ్య రామా దాసార్చితమా అభయమో సంగ దాసరథి రఘురామా ఏ తీరుగనను దయచూచదవో ఇనవంశోత్తమ రామా నాతరమా భవ సాగర మీదను నలినదలక్షణ రామా. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതിനിടയ്ക്ക് വേറൊന്ന് പറയാൻ, മാതാജി സ്നേഹ ഒരു സബ്ജക്ട് ചെയ്തിരുന്നില്ലേ? അത് ഇന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അടുത്ത ആഴ്ച തീർച്ചയായിട്ടും പറയണം. എന്തായിരുന്നു സബ്ജക്ട്? അത് ഹൗ ടു choosing the right friend. How to choose the right friends. അവരുടെ യൂത്തിന്റെ ക്ലാസിന്റെ സബ്ജക്റ്റ് ആണത്. സ്നേഹയാണത് പ്രസന്റ് ചെയ്തത്. എത്ര മിനിറ്റ് ഉണ്ട്? 30 minutes class. 30 മിനിറ്റ്. ഓക്കെ. അപ്പം അടുത്ത ആഴ്ച ഞാനത് അറേഞ്ച് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ. വിദ്യാജിയുടെ പാട്ടിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. വിദ്യാജിയുടെ പാട്ട് വളരെ നന്നായിരുന്നു. തെലുങ്കാണെന്നാണ് തോന്നുന്നത് എനിക്ക്, അല്ലേ? ഇത് ഭദ്രാചല രാമദാസിന്റെ എഴുതിയ ഒരു പാട്ടാണ്. വളരെ നല്ല ഹിസ്റ്ററി ഉള്ള ഒരു ആളാണ്. അത് വായിച്ചു നോക്കണം. നല്ല ഒരു രാമഭക്തരും കൂടിയാണ്. തെലങ്കാന ആ ഏരിയയില്, ആന്ധ്രാപ്രദേശ്. ഭദ്രാചല രാമദാസ്.
വലിയ രാമഭക്തനാണ്. വലിയൊരു സ്റ്റോറി ഉണ്ട്. അപ്പൊ അവിടെ ഭദ്രാചലം അമ്പലം പണിയാൻ വേണ്ടിയിട്ട് അവിടെ സഹായിച്ച ഒരാളാണ്. 500 ഇയേഴ്സിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് പുള്ളിക്കാരന്. നല്ലൊരു സ്റ്റോറിയാണ്. ആദ്യം കേട്ടപ്പം കന്നഡയാണെന്ന് തോന്നിയെങ്കിലും പിന്നീട് കന്നഡ അല്ലെന്ന് മനസ്സിലായി. തെലുങ്കാന. ഹരേ കൃഷ്ണ. അപ്പം കമലു റെഡിയാണോ? ആകർഷിന്റെ കൂടെ ആകർഷ്. ഓക്കെ, ആകർഷ്, വെൽക്കം ആകർഷ്. ആകർഷിനെ ഇപ്പൊ കാണാറില്ല. കൃഷ്ണ വീഡിയോ ഓൺ ചെയ്യൂ. ആകർഷിനെ ആകർഷിക്കാൻ വീഡിയോ ഓൺ ചെയ്യൂ. മൈക്ക് മ്യൂട്ടാണ് കേട്ടോ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. അച്ഛന്റെ മുഖമാണ് കാണുന്നത്. യെസ്, ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഓക്കെ, പഠിക്കൂ. മൈക്ക് കുറച്ചുകൂടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. രാമചന്ദ്ര രഘുവീര രാമചന്ദ്ര നദീര 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 രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര ജഗന്നാഥ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര പരന്താമ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര പരന്താമ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര രഘുരാമ രാമചന്ദ്ര രഘുനാഥ രാമചന്ദ്ര ജഗന്നാഥ
Ramachandra Raghunatha Jagannatha Ramachandra Raghunatha Jagannatha Ramachandra Raghuvira Ramachandra Nadira Ramachandra Raghuvira Ramachandra Nadira Shira 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 Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama Rama Hare Hare Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama Rama
Rama Rama Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Jaya Prabhupada, Jaya Prabhupada, Prabhupada, Jaya Prabhupada. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ചന്തു റെഡിയാണോ? കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയി. ചന്തു റെഡിയാണോ? താങ്ക് യു ആകർഷ്, കമലു, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ചന്തു പാടിയോടുകൂടി നമ്മൾ ഇന്നത്തെ സെഷൻ അവിടെ നമ്മൾ ഇന്ന് തീരുകയാണ്. അടുത്ത ആഴ്ച മതിയില്ലേ? 750 ആയോ? ഇല്ല, 750 ആയിട്ടില്ല. 730 ന്യൂസ് ഉണ്ട് കേട്ടോ നാട്ടിന്ന്. എന്ത്? ഒരു കരിപ്പൂരിലെ ഒരു വിമാനം തകർന്നു. ഓ, എങ്ങനെ? 8 മണിക്കായിരുന്നു കാലിക്കറ്റില്. അത് മഴ കാരണം റൺവേന്ന് തെന്നി മാറിയതാ. എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റ് മരിച്ചതായി സൂചന എന്ന് പറയണു. കൺഫേം ആയിട്ടില്ല. 2 ആള് മരിച്ചു എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. 7:35 ആയിട്ടുള്ളൂ. 7 മിനിറ്റ് ഉണ്ടെങ്കിൽ 7 മിനിറ്റ് പാടാൻ പറ്റും. ഓക്കെ, നമ്മൾ പെട്ടെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. പിന്നെ നമ്മൾ ഡിസ്കഷൻ ഇല്ല. ഓക്കെ, കൗണ്ട് ഡൗൺ. യെസ്, ഓക്കെ. ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് ഞാൻ ശരിക്കും മണിലാൽ പ്രഭുവിന്റെ മൃദംഗം ഒത്തിരി ഓർക്കുന്നുണ്ട്. ഒത്തിരി നാളായി മൃദംഗം കേട്ടിട്ട്. അപ്പൊ എന്തെങ്കിലും അതിനൊരു ഭാഗ്യം കിട്ടുമോ എന്നൊരു ചോദ്യം. ഹരേ കൃഷ്ണ. രസം നമുക്ക് വേണം. നോക്കാം, തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഡോക്ടർജി പറയുന്നതിന്റെ വിട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ ചന്തു. ഭജ മന രാം, ഭജ മന രാം, പാണ്ഡുരംഗ ശ്രീരംഗ, ഭജ മന രാം, ഭജ മന രാം, ഭജ മന രാം, പാണ്ഡുരംഗ ശ്രീരംഗ, ഭജ മന രാം. ഭജ മന കേശവ, ഭജ മന മാധവ, ഭജ മന കേശവ, ഭജ മന മാധവ, ഭജ മന കേശവ, ഭജ മന മാധവ, ഭജ മന യാദവ, ഭജ മന രാം, പാണ്ഡുരംഗ ശ്രീരംഗ, ഭജ മന രാം, ഭജ മന രാം, ഭജ മന രാം, പാണ്ഡുരംഗ ശ്രീരംഗ, ഭജ മന രാം, ഭജ മന ഗോവിന്ദ, ഭജ മന മുകുന്ദ, ഭജ മന ഗോവിന്ദ, ഭജ മന മുകുന്ദ, ഭജ മന ആനന്ദ, ഭജ മന രാം, പാണ്ഡുരംഗ ശ്രീരംഗ, ഭജ മന രാം, ഭജ മന രാം, ഭജ മന രാം, പാണ്ഡുരംഗ ശ്രീരംഗ, ഭജ മന രാം, ഭജ മന രാം, ഭജ മന രാം, പാണ്ഡുരംഗ ശ്രീരംഗ, ഭജ മന രാം, പാണ്ഡുരംഗ ശ്രീരംഗ, ഭജ മന രാം, പാണ്ഡുരംഗ ശ്രീരംഗ, ഭജ മന രാം.
ഹരേ കൃഷ്ണ. താങ്ക് യു എല്ലാവർക്കും താങ്ക് യു. വാഞ്ചാകൽപതരൂഹ്യച്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം പെട്ടെന്നായി പാടും. സുന്ദമാജി പഠിക്കുള്ളൂ. ഏകം ശാസ്ത്രത്തോടുകൂടി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കണ്ടാവും. ഓക്കെ. एकं शास्त्रं देवकी पुत्र गीतम् एको देवो देवकी पुत्र एव एको मन्त्र तस्य नामानि यानि कर्माभि एकं तस्य देवस्य सेवा त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देव कृष्णाय वासुदेवाय हरये परमात्मने प्रणतः क्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकी नन्दनाय च गोविन्दाय नमो नमः देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं कात्यायनी महामाये महायोगिन्नदीश्वरी नन्दगोपसुतं देवी पतिं मे कुरुत्वे नमः श्रीकृष्ण शरणं मम दासोऽहं कृष्ण तवास्मि श्रीकृष्ण शरणं मम दासोऽहं कृष्ण तवास्मि श्रीकृष्ण शरणं मम दासोऽहं कृष्ण तवास्मि हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി. അപകടത്തിൽപ്പെട്ടവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പൊ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യട്ടെ. 5 4 3 2 1 0